നമസ്കാരം. 11 ആഴ്ചകൾക്ക് മുമ്പാണ് നിരുപാധികമായ കീഴടങ്ങൾ അല്ലാതെ ഇറാനുമായി യാതൊരു കരാറുമില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാന്റെ ആണവ പദ്ധതികൾ ഇല്ലാതാക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവസാനിപ്പിക്കുക, സമ്പുഷ്ട യുറേനിയം യുഎസിന് കൈമാറുക എന്നിങ്ങനെ പല ആവശ്യങ്ങളാണ് മുന്നിൽ വച്ചിട്ടുള്ളത്. അമേരിക്ക പറയുന്ന വിധത്തിൽ ഇറാനും 100 വട്ടം കരാറിൽ ഒപ്പിടും എന്നും ഏകപക്ഷീയമായി ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാനുമായുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അമേരിക്ക ഇതെല്ലാം മറന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും ചർച്ചകളിൽ പഴയ ആവശ്യങ്ങളിൽ നിന്നെല്ലാം അമേരിക്ക ഏറെ പിന്നോക്കം പോയിരിക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം, ആണവ ഭീഷണി, ബാലിസ്റ്റിക് മിസൈലുകൾ, ഇപ്പോൾ ഇതൊന്നും പറയുന്നതേ ഇല്ല അമേരിക്ക. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഈ ഒരൊറ്റ കാര്യമാണ് ഇപ്പോൾ ചർച്ചാ മേശയിൽ വെച്ചിട്ടുള്ളത്. ആദ്യം ഹോർമൂസ്, പിന്നെ സമയം പോലെ മറ്റു വിഷയങ്ങൾ എന്ന അവസ്ഥയിൽ ഒടുവിലെത്തിയിരിക്കുകയാണ് ട്രംപും കൂട്ടരും. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിഷയങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല എന്നാണ് ട്രംപ് സമ്മതിക്കുന്നത്. എന്നിട്ടും വരാൻ പോകുന്ന കരാർ വിപ്ലവകരമായ ഒന്നാണ് എന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ചർച്ചകളിൽ ഇടപെടുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ന്യൂയോർക്ക് ടൈംസ് കരാറിലെ വ്യവസ്ഥകൾ റിപ്പോർട്ട് ചെയ്തത്. ട്രംപ് പറയുന്നത് പോലെ അത്ര വിപ്ലവകരമല്ല കാര്യങ്ങൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ശാശ്വതമായ സമാധാനം, ആണവ വിഷയങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ ചർച്ചയിലില്ല. ഉള്ളത് ഹോർമൂസിന്റെ വിഷയം മാത്രമാണ്. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള താൽക്കാലിക ക്രമീകരണം അതുമാത്രമാണ് ഇതുവരെയും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഇനി അത് ഇറാൻ പരമാധികാരി മുസ്തഫയുമായി അംഗീകരിക്കണം. അതായത് അദ്ദേഹം അംഗീകരിച്ചാൽ ട്രംപ് മുസ്തഫയുമായി ഒപ്പുവെക്കണം. സംഗതി ഈ കണക്ക് പോയാൽ, അതായത് ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾക്ക് അനുസരിച്ചാണെങ്കിൽ ഒരു കരാർ നിലവിൽ വരും. അല്ല എങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള കരാർ പരാജയപ്പെട്ടതുപോലെ ഈ കരാറും പരാജയപ്പെടാൻ സാധ്യത കൂടുതലും. എന്തായാലും ഭൂരിഭാഗം അമേരിക്കക്കാരും യുദ്ധത്തിനെതിരാണെന്ന വോട്ടെടുപ്പുകളിൽ നിന്ന് തന്നെ വ്യക്തമാക്കണം. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് പോലും കടുത്ത എതിർപ്പാണ് ഇത് ട്രംപിന്റെ ഈ നിലപാടുകളോട്. നവംബറിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നാൽ ട്രംപിനും കൂട്ടർക്കും പണി ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ആ നിലയ്ക്ക് പേരിനെങ്കിലും ഒരു കരാർ ഉണ്ടാക്കി അത് വിപ്ലവകരമാണ് എന്ന് വ്യാഖ്യാനിച്ച് തൽക്കാലം തടി രക്ഷിക്കാനാണ് ട്രംപിന്റെ പദ്ധതി. ഇറാനും ആശ്വാസമാണ് ഈ അവസ്ഥയെന്നും യുദ്ധത്തിന് കാരണമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട, ഭീഷണിപ്പെടുത്തിയുള്ള കരാറിൽ ഒപ്പിടേണ്ട, എണ്ണ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഇല്ലാതാക്കി തകർച്ചയുടെ വക്കിലെത്തിക്കാനാണ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇതോടെ പൊതുജീവൻ ലഭിക്കുകയും ചെയ്യും. ലോകത്തെ സംബന്ധിച്ച് ഇത് ആശ്വാസകരമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനാകുമെന്നും ലോകത്തിനാകെ ബാധ്യതയായ ഒരു യുദ്ധത്തിന് താൽക്കാലിക ശമനമുണ്ടാകും. വളരെ എളുപ്പത്തിൽ കൈവിട്ടു പോകുമായിരുന്ന ഒരു സംഘർഷം അയച്ചു വരിക അല്ലെങ്കിൽ അതിനൊരു അയവ് വരുത്തുക എന്നത് പോസിറ്റീവായ കാര്യമാണ്. ലോകത്തിലെ 1/4 എണ്ണ കടന്നു പോകുന്ന ഹോർമൂസ് പാത വീണ്ടും തുറക്കപ്പെട്ടാൽ ഇപ്പോഴത്തെ ഇന്ധന പ്രതിസന്ധിക്ക് ശമനമാകും. ചർച്ചകളിൽ ഇരുവിഭാഗത്തിനും വിട്ടുവീഴ്ച ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നതാണ് വാസ്തവം. മോശം ഓപ്ഷനുകളിൽ നിന്നും ഏറ്റവും ദോഷം കുറഞ്ഞ ഒന്നാണ് ഇരുപക്ഷവും തിരഞ്ഞെടുത്തത്. ഇത്രയൊക്കെ ആയി ഈ കരാർ വന്നാൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ചാൽ അതിലും വലിയ തമാശയാണ്. എന്തായാലും ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഏകദേശം അവസ്ഥ വീണ്ടും വരുന്നു. അതായത് കൊടും യുദ്ധം ചെയ്തിട്ടും അവസ്ഥകൾ ഒരിഞ്ച് മാറിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം എന്നാണ് ലോകത്തിന് ഇപ്പോഴും അമേരിക്കൻ ജനതയും ചോദിക്കുന്നത്.